ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ അല്ല ഇനി വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അഞ്ജലി ആണെങ്കിൽ സുഹൃത്തുക്കളോട് ചോദിക്കണ്ടേ, ഇവിടെ ആരാണ് നിങ്ങളുടെ അപമര്യാദയായിട്ട് പെരുമാറിയത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞപ്പനും അതും ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ അഞ്ജലിക്ക് കാര്യം മനസ്സിലായി, മോശമായിട്ട് സംസാരിച്ചത് നന്ദിനിയും ഇന്ദുവും തന്നെയാണ്, പിന്നെ തൻ്റെ ചേച്ചി അനുപമയാണെന്ന്. നന്ദിനിയടുത്തും ഇന്ദുവിനോടും പറയണ്ട്, ഇവര് എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ സുഖവിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വന്നവരാണ്. നിങ്ങൾക്കൊക്കെ എത്ര പഠിപ്പുണ്ടെന്നും വിവരമുണ്ടെന്നും പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഒരാളടുത്ത് മാന്യമായിട്ട് സംസാരിക്കാനും പെരുമാറാനും നിങ്ങൾക്കൊന്നും അറിയില്ല. സോറി സോറി, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അപമാനം നേരിട്ടതിൽ എന്നോട് ഞാൻ ക്ഷമ ചോദിക്കുക. എന്നോട് ക്ഷമിക്കണം കുഞ്ഞപ്പ, മധു, എടി നീയൊക്കെ എന്നോട് ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല, നിന്നെ എന്തായാലും കണ്ടല്ലോ, സന്തോഷമായി. പക്ഷേ നിന്റെ ജീവിതം ഇവിടെ ഇങ്ങനെയാണെന്ന് അറിയുമ്പോൾ വിഷമമുണ്ട് അഞ്ജലി എന്ന് മധുവും കുഞ്ഞപ്പനൊക്കെ പറയണ്ടേ. ശേഷം ഞങ്ങൾ പൊയ്ക്കോട്ടെ, അല്ല അകത്ത് കയറിയൊരു ചായയോ കാപ്പിയോ. അത് കേൾക്കുന്ന നന്ദിനി പറയണ്ട, അയ്യടാ ചായയും കാപ്പിയും കൊടുക്കാതെ കയറ്റി സൽക്കരിക്കാൻ പറ്റിയ ടീംസുകളും. നിനക്ക് ചായയും കാപ്പിയും എന്തിനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതേ പുറത്തെ അവിടെ ഹോട്ടലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടാവും, അവിടെ നിന്ന് വല്ല ചായക്കടയിൽ നിന്ന് വല്ല ചായ എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് പറഞ്ഞേക്കടി ഇവരെ, അല്ലാതെ ഇതിൻ്റെ ഉള്ളിലൊന്നും കയറ്റാൻ പറ്റുമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിനിയൊക്കെ അകത്തേക്ക് കയറി പോവാണ്. അഞ്ജലിക്ക് വല്ലാത്ത വിഷമമൊന്നുണ്ട് കേട്ടോ. അഞ്ജലി പറയുന്നുണ്ട്, സോറി, എന്നോട് ക്ഷമിക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ക്ഷമിക്കണം, നിനക്ക് വേണ്ടി ക്ഷമിക്കാതെ വേറെ ആർക്ക് വേണ്ടി ഞങ്ങൾ അഞ്ജലി ക്ഷമിക്കും. പക്ഷേ നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി പോയല്ലോ അഞ്ജലി, നീ എന്ത് രീതിയിൽ ജീവിക്കേണ്ടതാ, നീ ഇങ്ങനെ ആയി പോയല്ലോ നിന്റെ അവസ്ഥ. ഞങ്ങളെന്നാ പോവാണ്, നീ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളെ വിളിച്ചോട്ടോ. അതെ കുഞ്ഞപ്പ, അച്ഛനും അമ്മയൊക്കെ അവർക്കിപ്പോഴും നിന്നോട് വല്ലാത്ത ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ജലി. അവർക്ക് പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയല്ലേ, അവർക്കൊരു വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. നിന്റെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ. പക്ഷെ അതൊക്കെ പതുക്കെ മാറും. ശ്യാമളേച്ചിക്ക് കുറേയൊക്കെ മാറ്റമുണ്ട്. പിന്നെ ശിവരാമൻ സാറിനാണെങ്കിൽ രാഘവനുണിയുടെ മകനെയല്ലേ നീ വിവാഹം കഴിച്ചത്, അതിൻ്റെ ഒരു ദേഷ്യമാണ്. ആര്യേച്ചിക്കൊന്നും ഒരു കുഴപ്പമില്ല, നീ പറ്റുന്നുണ്ടെങ്കിൽ ആര്യനെ ഒന്ന് ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും ഓട്ടോറിക്ഷ കയറി അവിടെ നിന്ന് പോവാട്ടോ. അനുപമ അഞ്ചിലെടുത്ത് പറയുന്നുണ്ട്, നിനക്ക് വല്ല ആവശ്യമുണ്ടോ ആ ദരിദ്രവാസികളെ ആ ലോ ക്ലാസ്സുകളൊക്കെ ഇവിടെ കയറ്റിക്കൊണ്ടുവരാനായിട്ട്. ഇത് കേൾക്കുന്ന അഞ്ജലി പറയണ്ട, ചേച്ചി ഞങ്ങൾ എവിടെന്നാ വന്നത് കൂടി ആദ്യം ആലോചിക്കണം, അതിനുശേഷം ഇതുപോലെ ഹുങ്ക് പറയാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അകത്ത് പോവാ. അവൾക്ക് പിടിച്ചില്ല മഹാറാണി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നൊക്കെ അനുപമ ഇങ്ങനെ വിചാരിക്കണം കേട്ടോ. ശേഷം അർജുൻ വീട്ടിലേക്ക് കയറി വരുവാണ്. എന്താ പ്രശ്നം അഞ്ജലി, ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു എന്ന്, തന്നെ ഇറക്കി വിട്ടു ഇവിടുന്ന്, പറയടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന്. അത് കേൾക്കുന്ന അഞ്ജലി ആകെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ബാഗൊക്കെ എടുക്കുന്നുണ്ട്, ഇറങ്ങിപ്പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്ക് അർജുൻ പറഞ്ഞോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്താ പ്രശ്നം, ഇവിടെ നിന്ന് എന്താ ഉണ്ടായത്, ഇനി എന്തുണ്ടാവണം. എന്നെ അപമാനിക്കുന്ന തുല്യമാണ് എൻ്റെ സുഹൃത്തുക്കളെ അപമാനിച്ചത്. എൻ്റെ സുഖവിവരങ്ങൾ അറിയാൻ അല്ലെങ്കിൽ എന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്നത്. അവരെ മാന്യമല്ലാത്ത രീതിയിൽ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. എന്നെ ഇറക്കി വിട്ട പോലെയാണ്, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി വേഗം തന്നെ ആര്യ എൻ്റെ മൊബൈലിലേക്ക് ഫോൺ വിളിക്കുക കേട്ടോ. ആര്യ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അഞ്ജലി, നീ ഇത് എവിടെയാ, ഞാൻ എത്ര പ്രാവശ്യം ഇതിനെ ട്രൈ ചെയ്യുന്നു, നീ എന്താ ഫോണൊന്നും എടുക്കാതിരുന്നത്. സോറി ആര്യേച്ചി അവിടെ ഇങ്ങനെ സുഖമാണോ, അച്ഛനും അമ്മയൊക്കെ അവർക്കൊക്കെ ഇപ്പോഴും നിന്നോട് ദേഷ്യമാണ്. ആര്യേച്ചി ഞാനവിടെ വന്നു കഴിഞ്ഞാൽ എന്നെ അവർ സ്വീകരിക്കുമായിരിക്കുമോ. നീ എന്തൊക്കെയാ മോളെ പറയണത്, ഇപ്പോൾ നിന്റെ വിവാഹം കഴിഞ്ഞു, നീ ഇപ്പോൾ അഞ്ജലി ശിവരാമകൃഷ്ണനല്ല, അഞ്ജലി അർജുനാണ്. അതെന്താ നീ മനസ്സിലാക്കാത്തത്, പേരിന്റെ അവസാനത്തെ പേര് മാത്രമല്ല മാറിയത്, ഇപ്പൊ നീ അർജുന്റെ ഭാര്യയാണ്, ശംഖുചക്രത്തിലെ മരുമകളായത്. അത് നിനക്ക് ഓർമ്മ വേണം. സോറി അഞ്ജലി, ഈ കാര്യത്തിൽ മാത്രം നിനക്കൊരു സെക്കൻഡ് ചോയ്സ് ഇല്ല. നിന്റെ ജീവിതവും ജീവനും ഇനിയിപ്പോൾ അവിടെയാണ് നീ നിൽക്കേണ്ടത്. അത്രമാത്രമേ എനിക്കിനി പറയാനുള്ളൂ. ഇവിടെ വന്നാലും കാര്യമൊന്നുമില്ല അഞ്ജലി, എല്ലാം കൈവിട്ടു പോയി. നിന്റെ ജീവിതം നീ തിരഞ്ഞെടുത്തു, അതിപ്പോൾ നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അതിന് ഒറ്റക്ക് അനുഭവിക്കാനല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യ ഫോൺ വെക്കാണ്. ഇത് കേൾക്കുന്ന അഞ്ജലി ആകെ പൊട്ടിക്കയറിഞ്ഞ് അവിടെ തന്നെ സോഫയിൽ ഇരിക്കുക കേട്ടോ. അഞ്ജലി പറയാതെ തന്നെ അർജുന കാര്യം മനസ്സിലായി ഏകദേശം. നമ്മുടെ ആര്യ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാന്ന്. അഞ്ജലി ഞാൻ തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന് അർജുൻ പറയുമ്പോൾ വേണ്ട ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അഞ്ജലി നേരെ റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ കുറുപ്പാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാട്ടോ. കുറുപ്പിൻ്റെ അടുത്തേക്ക് സേതു കാർത്തിക്കും വരുന്നുണ്ട്. അവൾ എന്തിനാ ഇവിടേക്ക് വന്നത്, അനുപമ നിങ്ങളുടെ എന്തോ ഗുനിഷ്ഠ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, എന്താ അവള് പറഞ്ഞത്, ഇത്രമാത്രം അവൾക്ക് സംസാരിക്കാൻ എന്തായിരുന്നോ. എടി ഞാനേ ശംഖുചക്രം വരെ ഒന്ന് പോവാൻ പോവാ. ശംഖുചക്രത്തിലേക്കോ, അതേടി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുമെന്നല്ല,
അവിടെ വലിയൊരു കാര്യം ഞാൻ ഇന്ന് രാത്രി ചെയ്യാൻ പോവാടി. അതിൽ ആ ഒരു വലിയൊരു അപകടത്തിൽ അവിടെ ആരുടെയൊക്കെ ജീവൻ പൊലിയുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കുറിപ്പ് എന്താണെന്നും ആരാണെന്നും ഇന്നറിയും. ശംഖുചക്രത്തിലെ എല്ലാവരും ഇന്നറിയും. ഓ, സന്തോഷായി എന്ന് പറയുമ്പോ സേതു പറയണ്ട്, ദേ കുറുപ്പേട്ട, എനിക്കൊരു കാര്യം പറയാണ്ട്. ആ അനുപമനെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ. പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ജാതി ആ അനുപമ. അവളത്ര നല്ല പെണ്ണൊന്നും അല്ല, അതൊക്കെ എനിക്ക് അറിയാടേ. പക്ഷെ അവള് പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമാണ്. പിന്നെ ഞാൻ ഒന്നും കാണാതെ അവള് പറഞ്ഞത് അനുസരിച്ച് ഇവിടുന്ന് ചാടി പുറപ്പെടരുന്നത് നിനക്കറിയാലോ. എന്തെങ്കിലും സംഭവിച്ച അത് അനുപമയുടെ തലയിലിടാനായിട്ട് നന്നായിട്ട് ഈ കുറുപ്പിനെ അറിയാടി. എന്തായാലും അവളായിട്ട് തന്നെയാണ് ഇപ്പോൾ വലയിലേക്ക് വീണിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ശംഖുചക്രത്തിൽ എന്ത് സംഭവിച്ചാലും അവളുടെ തലയിലായിരിക്കും, ഒരിക്കലും എൻ്റെ തലയിലായിരിക്കില്ല. അവളെ എനിക്കിട്ട് പണി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അവൾക്ക് അഞ്ജലിനെ കൊല്ലുകയും വേണം, എനിക്കിട്ട് പണിയും തരണം, ആ കുറ്റം എൻ്റെ തലയിൽ ഇട്ട് വെക്കുകയും വേണം. അതായിരുന്നു അവളുടെ ഉദ്ദേശം. പക്ഷെ ഞാൻ തിരിച്ചു പണി കൊടുക്കാൻ പോവാണ്. കാരണം അഞ്ജലിക്കോ അർജുനോ എന്തിനു സംഭവിച്ചു കഴിഞ്ഞാൽ അത് അനുപമയുടെ തലയിലാക്കും ഞാൻ. അങ്ങനെ ആക്കിയിരിക്കും. ഈ കുറുപ്പിനെ അവൾക്ക് ശരിക്കും അറിയില്ല. ഇന്ന് രാത്രി നോക്കിക്കോ, ശംഖുചക്രത്തിൽ കുറേ കാര്യങ്ങൾ നടക്കും എന്ന് വേണ്ട കുറുപ്പ് പൊട്ടിച്ചിരിക്കുകയാണ്. കുറുപ്പ് പറഞ്ഞയച്ച ഒരു വാടക ഗുണ്ട രാത്രി തന്നെ ശംഖുചക്രത്തിലേക്ക് വരുന്നുണ്ട്. കുറുപ്പ് അനുപമേനെ ഫോൺ വിളിച്ച് പറയണ്ട, ഇന്ന് രാത്രി ഞാൻ പറഞ്ഞേക്കുന്ന ഒരു ഗുണ്ട അവിടേക്ക് വരും, നീ അടുക്കളവാതിൽ തുറന്നു കൊടുക്കണം എന്ന് പറയാണ്. കുറുപ്പങ്ങളെ അതൊന്നും കൊണ്ട് പേടിക്കണ്ട, അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്ന് അനുപമയും പറയാണ്. അങ്ങനെ രാത്രി 12-12:30 ആവുമ്പോഴേക്കും നമ്മുടെ ആ ഗുണ്ട പതുക്കെ അടുക്കള ഭാഗത്തേക്ക് വരുവാണ്. എല്ലാവരും ഉറങ്ങുന്ന മനസ്സിലാക്കിയ അനുപമ വേഗം അടുക്കള ഭാഗത്തേക്ക് പോയിട്ട് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഗുണ്ട ചോദിക്കണ്ടേ, എവിടെയാ റൂം? മുകളിൽ 2ാമത്തെ റൂം എന്ന് അനുപമ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഗുണ്ട ആ കത്തിയായിട്ട് നേരെ അഞ്ജലിയുടെ അർജുന്റെ റൂമിലേക്ക് പോവാട്ടോ. എന്ത് പറയാൻ, അവര് വാതിൽ പോലും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അനുപമ മനസ്സിൽ വിചാരിക്കുകയാണ്, സോ സോറി അഞ്ജലി, നിന്നെ മിസ് ചെയ്യും എനിക്ക് എന്തായാലും. പക്ഷെ ഇത് എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്, എൻ്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതിന് നീ ഒരു തടസ്സമാണ്. അതുകൊണ്ട് ആ തടസ്സം ഞാൻ ഇന്നത്തോടെ നീക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ സന്തോഷത്തോടു കൂടി തന്നെ റൂമിലേക്ക് പോവാട്ടോ. തൻ്റെ അനിയത്തിയാണ് മരിക്കുന്നത് കാത്ത് അനുപമ റൂമിലേക്ക് പോണത്. അത് അങ്ങനത്തെ ഒരു സാധനം. അങ്ങനെ അനുപമ റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാണ്. ഗുണ്ടയാണെങ്കിൽ നേരെ അർജുൻ്റെയും അഞ്ജലിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ആ കത്തി എടുത്തിട്ട് നമ്മുടെ അഞ്ജലിനെ കുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ അർജുൻ കണ്ണ് തുറക്കും കേട്ടോ. ഗുണ്ടയുടെ കയ്യിൽ പിടിച്ച് അത് ഇരുട്ടാണ് അവിടെ ഫുള്ള്. അപ്പൊ ഗുണ്ടക്ക് അറിയില്ല അത് ആരാണ് കിടക്കണത്, രണ്ടുപേര് കിടക്കണമെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഗുണ്ടയുടെ കൈ പിടിച്ച് തിരിക്കുകയാണ്. പക്ഷെ അഞ്ജലിക്ക് കുത്ത് കിട്ടാതിരിക്കാൻ വേണ്ടി അർജുൻ മാക്സിമം ഗുണ്ടയുടെ കയ്യിൽ നിന്ന് കത്തി മേടിച്ച് കളയാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഗുണ്ടയുടെ കയ്യിലെ കത്തി അർജുനെ വയറ്റിനിട്ട് കുത്തിക്കൊള്ളുന്നുണ്ട്. പെട്ടെന്ന് അഞ്ജലി ഷോക്കായിട്ട് എഴുന്നേക്കാണ്. ഒച്ചയും ബഹളവും മാത്രം കേൾക്കുന്നുണ്ട്. അഞ്ജലി ലൈറ്റ് ഓൺ ആക്കുമ്പോഴേക്കും അർജുൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന കാഴ്ചയാണ് അഞ്ജലി കാണുന്നത്. അഞ്ജലി ഒച്ചത്തിൽ നിലവിളിക്കാട്ടോ. ആ അഞ്ജലിയുടെ നിലവിളി കേട്ട് അവിടുത്തെ എല്ലാവരും ഓടിക്കൂടുവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗമാണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് ഇപ്പോൾ TV-യിൽ കാണിച്ചിരിക്കുന്നത്. ഇത് തന്നെയായിരിക്കും നാളെയും പ്രൊമോ ആയിട്ട് തന്നെ വരാൻ പോകുന്നത്. കാരണം വലിയൊരു പ്രൊമോ തന്നെയായിരുന്നു അത്യാവശ്യം. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.